ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് മാങ്ങ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അതേപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് കേടുവരാണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് മാങ്ങകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയതാക്കിയിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 12 മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ നാടൻ മാങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 1-2 പിടി വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് അധികം തന്നെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് വെക്കുന്നത് രാവിലെയാണ്. എന്നിട്ട് രാത്രിയാണ് ഞാൻ അച്ചാർ ഇടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് വെക്കണം. പറ്റുമെങ്കിൽ രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഉലുവയ്ക്ക് 4 ടേബിൾ സ്പൂൺ കടുക് എന്ന രീതിക്ക് തന്നെ എടുക്കാം. അപ്പം മാങ്ങയുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പൊടിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ അളവും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് സമയം എടുത്തിട്ട് റോസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ചൂട് കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകും. നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഇളക്കി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കടുക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 സെക്കൻഡ് ഇളക്കാതെ ഇങ്ങനെ വെക്കുമ്പോൾ കടുക് ഇങ്ങനെ തെറിച്ച് പോകുന്ന കാണാം. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇത് വറവായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് 100 ml നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 100 ml ഒരു ബോട്ടിലാണ്, അത് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഉലുവയും കടുകും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ പച്ചമുളക് ഞാൻ 3 എണ്ണം ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകായത് കാരണം ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതൊന്ന് ഇളക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തോളൂ. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്യാണ്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആയി വരുന്നത് പോലെ ഉണ്ടാവും. കുറച്ചൊന്ന് ഉണങ്ങിയ പോലെ ആകുന്ന സമയം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. കാരണം നമ്മൾ അച്ചാർ ഒട്ടും കേടായി പോവാതെ കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് ഒരു ഫ്രൈ ആയ രീതിക്ക് വരണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളും മുളക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നങ്ങനെ ഡ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഫ്രൈ ആയ പോലെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല കളറും കിട്ടും, ആവശ്യത്തിനുള്ള എരിവും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പകുതി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 3 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി 1/4 ഭാഗം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ വിനീഗറിൻ്റെ ബോട്ടിലിൽ ഒരു 1/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി 1/4 ഭാഗം ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ വിനീഗർ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർത്താലാണ് നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേട് വരുന്നത്. അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നല്ല രീതിക്ക് സൂക്ഷിച്ചേക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സുറുക്ക ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പും നമുക്ക് അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചത് കാരണം അത് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ച കാരണമാണ് ഇതിലിങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ ചേർത്ത വെള്ളമൊന്നുമല്ല. ഈ ഒരു വെള്ളം നമ്മുടെ ആ ഒരു വിനീഗറും മാത്രം മതി. ഈ അച്ചാറിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഇതിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി വിനീഗർ ഒഴിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തത്. പക്ഷേ മാങ്ങയിലുള്ള വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരണം. ഒരുപാട് അങ്ങ് ഇതാകുകയും വേണ്ട. ലേശം ഒരു ചാറ് വേണം. എന്നാൽ തണുക്കുമ്പോൾ ഏകദേശം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഒരുപാട് ലൂസായി പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ മാങ്ങയെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കഷ്ണം വെല്ലമാണ്. അപ്പോൾ ഇതിലേക്ക് വെല്ലം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വെല്ലത്തിന് പകരം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അതെല്ലാവരും ഒന്ന് ചെയ്യുക. അത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ അച്ചാർ നല്ലൊരു ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടി ഇത് വറ്റി വരാനുണ്ട്. എന്നാലാണ് നമുക്ക് നല്ലൊരു കളറെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കളർ ഇരിക്കുന്നത്. ഇനി ഒന്നുകൂടി വറ്റി വരുന്ന സമയത്ത് നല്ല കളറ് നല്ല തിക്കായിട്ടും വരും. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പൊടിയും അതേപോലെ തന്നെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കുറച്ചുകൂടി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ബാക്കി കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് കാലം നമുക്ക് കേട് വരാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.